നമ്മൾ ചന്ദനപ്പള്ളിയിലാണ് പെരുന്നാൾ വന്നെയാണ്. എല്ലാ വർഷവും ചന്ദനപ്പള്ളി പെരുന്നാളും നന്ദുമോളുടെ വീടും എനിക്കൊരു നേർച്ച പോലെയാണ്. നന്ദുവിന്റെ വീട്ടിൽ പോയിട്ട് ആ വഴി പള്ളിയിലേക്ക് ഒരു പോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചന്ദനപ്പള്ളി പെരുന്നാൾ കൂടെ നന്ദുമോളുടെ വീട്ടിൽ വരെ പോയൊരു കഥയാണിത്. അങ്ങനെ കൊടുമണ്ണുന്ന ഓട്ടം പിടിച്ച് നമ്മൾ നേരെ നന്ദുവിന്റെ വീട്ടിലോട്ട്. ഇവളാണ് നന്ദുമോൾ അഥവാ നന്ദന സുഭാഷ്. നമ്മളെ എന്നിട്ട് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അവിടെ എല്ലാവരും. അങ്ങനെ ഇലയായി ചോറായി കറികളായി നമ്മൾ അങ്ങോട്ട് കഴിക്കാനും തുടങ്ങി. ഒരു സൈഡിൽ നന്ദുമോൾ, മറ്റേ സൈഡിൽ ഞാനും ആര്യേച്ചി. അങ്ങനെ ചിക്കനും മീൻകറിയൊക്കെ കൂട്ടി നമ്മൾ നല്ലൊരു സദ്യ അങ്ങ് കഴിച്ചു. വിരുന്നുകാരൻ വിളമ്പുകാരിലേക്ക് മാറിയ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മിനിയമ്മ. മറ്റേ കൈ കൊണ്ട് വെക്ക്, മറ്റേ കൈ കൊണ്ട് വെക്ക്. ഇങ്ങനെ വെക്ക്, ഇങ്ങനെ വെക്ക്, ഇങ്ങനെ വെക്ക്. കഴിപ്പും കുടിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പള്ളിയിലോട്ടാണ് പോയത്. ഉള്ള കണ്ടവും കുഴിയൊക്കെ ചാടി ഫൈനലി നമ്മൾ അങ്ങനെ റോഡിലെത്തി. എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് അരി ചെമ്പി കൊണ്ടിട്ടു. ഈ വെയിലത്ത് ഒരു കുട പോലും ഇല്ലാതെ തളരാതെ ഇരിക്കുന്ന ചുട്ടുമണികളാണിത്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ചെമ്പടുപ്രാസ് നടക്കുന്ന ദേവാലയങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചന്ദനപ്പള്ളി വലിയ പള്ളി. പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ പഞ്ചായത്തിലാണ് ചന്ദനപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് എല്ലാ വർഷവും ഇവിടെ ചെമ്പടുപ്രാസ് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. പള്ളി പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് കൽക്കുരിശിന്റെ അടുത്തേക്കായിരുന്നു. കുരിശുമുട്ടിപ്പോയി മെഴുകുതിരി കത്തിച്ചപ്പോഴത്തേക്കിന് റാസ പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന മുളകിൽ നിന്നാണ് ഈ താഴെ ഇരിക്കുന്ന ബജ്ജി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ നന്ദുമോൾ നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഫ്ലേവറിൽ ഏതാണ് ഞങ്ങൾ വാങ്ങിയതെന്ന് താഴെ കമന്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചു. ചേച്ചി ഔട്ട്ഫിറ്റിന്റെ ഒക്കെ ഒന്ന് വില ഒന്ന് പറയാവോ? 200 രൂപ, ഇത് 500 രൂപ. അങ്ങനെ റാസ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട് നന്ദുവിനോട് ഒരു ബയ്യും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. ഈ അവസരത്തിൽ ചിക്കൻ കറി വെച്ച് തന്ന സുഭാഷ് മാമനോടുള്ള നന്ദി ഞാൻ ഇവിടെ അറിയിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു. നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ. അപ്പോൾ ഓക്കെ ബൈ.